നമ്മൾ ഈ ഗ്യാസ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന പല കാര്യങ്ങളും ഗ്യാസ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഈ ഗ്യാസ് ആണെന്ന് കരുതി തള്ളിക്കളഞ്ഞ് ഏറ്റവും കൂടുതൽ അണ്ടർ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് തന്നെ ഗ്യാസ് വരാം. റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലോട്ടിങ്, വയറ് വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ വരിക, അത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാകാം. രണ്ടാമത്തതെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ട്രെൻഡാണ് ഇപ്പോൾ, അതായത് ഗ്യാസ് വരിക, നെഞ്ച് വിലങ്ങുക, നെഞ്ചത്ത് ഇങ്ങനെ ചെറിയ കുത്തൽ പോലെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓടിപ്പോയി ഒരു ECG എടുക്കും. ECG നോർമലാകുമ്പോൾ കുഴപ്പമില്ല, ഹാർട്ടിന് കുഴപ്പമില്ല എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല. ഹാർട്ട് അറ്റാക്ക് തന്നെ സ്റ്റെമിയും ഉണ്ട്, എൻസ്റ്റെമിയും ഉണ്ട്. അതിൽ സ്റ്റെമിയിൽ മാത്രമേ ECGയിൽ വേരിയേഷൻ വരൂ. എൻസ്റ്റെമി എന്ന് പറയുന്ന ടൈപ്പ് മൈനർ അറ്റാക്ക്, നമ്മുടെ നാട്ടിൽ മൈനർ അറ്റാക്ക് എന്ന് പറയുന്ന അറ്റാക്കുകൾക്കൊന്നും ECGയിൽ വേരിയേഷൻ വേണമെന്നില്ല. അതിന് ചിലപ്പോൾ ഒരു ഇക്കിളോ അല്ലെങ്കിൽ വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ തോന്നും, നെഞ്ചത്തൊരു വിലക്കോ മാത്രമേ കാണൂ. സോ അതിന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ 2-3 തവണ ECG എടുക്കുകയോ അല്ലെങ്കിൽ എക്കോ എടുക്കുകയോ തന്നെ വേണം. അത് രണ്ട്. മൂന്നാമത്തതെന്ന് പറയുന്നത്, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് പോകുന്നൊരു സാധനമാണ് ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ, അതായത് ചീത്ത കൊളസ്ട്രോൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന ശരിക്കും അങ്ങനെ ഒരു സാധനം ഇല്ല, എന്നാലും ട്രൈഗ്ലിസറൈഡും LDLും ഈ രണ്ട് സാധനങ്ങൾ കൂടുമ്പോഴും നമുക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള ഈ ഗ്യാസിൻ്റെ പ്രശ്നം വരാം. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് ഹയാറ്റസ് ഹെർണിയാണ്. ഇപ്പം ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന സാധനവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു നെഞ്ചരിച്ചിൽ മാത്രം അല്ലെങ്കിൽ നെഞ്ചത്തൊരു വിലക്കം മാത്രമേ കാണും. അപ്പോൾ ഈ ഹയാറ്റസ് ഹെർണിയ ഭയങ്കരമായിട്ട് അണ്ടർ ഡയഗ്നോസ് ചെയ്യും. ശരിക്കും അതൊരു ഹെർണിയാണ്. നമ്മുടെ ഈ ശ്വാസകോശത്തിൻ്റെ താഴെയായിട്ട് ഡയഫ്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു ഹെർണിയയുടെ പേരാണ് ഹയാറ്റസ് ഹെർണിയ. പിന്നെ പ്രധാനമായിട്ടും ഈ ഗ്യാസായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുന്ന 2 അസുഖങ്ങളാണ്. അത് നമ്മൾ ഭയങ്കരമായിട്ട് വെറും ഗ്യാസ് ആണെന്ന് കരുതി മിസ്ഡയഗ്നോസ് ചെയ്യും. സോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, പർട്ടിക്കുലർലി നിങ്ങളൊരു ഒരു 15 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക. എന്നിട്ട് വേറെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക.